സ്റ്റോക്ക് പ്രൈസിന്റെ വാല്യൂ മേലോട്ട് പോകുന്നതും അതുപോലെ തന്നെ താഴോട്ട് വരുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മേ ബി ചില ദിവസങ്ങളിൽ തന്നെ 3% മേലോട്ടും മേ ബി 5% താഴോട്ടൊക്കെ ഒരു സ്റ്റോക്ക് പ്രൈസിന്റെ വാല്യൂ വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം മൂവ്മെന്റ്സ് വരുന്നത് നിങ്ങൾക്ക് അറിയാവോ? എങ്കിൽ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാം. മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു മൈ ചാനൽ ഫൈനാൻസ് ബൈ നിതിൻ. പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ്, ഞാനൊരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഷെയർസ് മേടിക്കുമ്പോൾ ഞാൻ എൻ്റെ പൈസ ആ കമ്പനിക്ക് കൊടുക്കുന്നു, ഫെർദർ ആ കമ്പനി വളർന്ന് നല്ല രീതിയിൽ ലാഭമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് റിട്ടേൺസ് ആയിട്ട് അവർ ലാഭം തരുന്നു എന്നാണ് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണ. എങ്കിൽ ഇങ്ങനെയല്ല മാർക്കറ്റ് നടക്കുന്നത്. ഇതിനെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രൈവറ്റ്ലി ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനി ഒരു IPO ത്രൂ പബ്ലിക്കലി ലിസ്റ്റഡ് ആകുമ്പോൾ ഇത്രത്തോളം ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് അവർ കൊടുക്കാൻ വില്ലിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഷെയർസ് നമുക്ക് IPO ത്രൂ തന്നെ അതൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസിനോ അല്ലെങ്കിൽ ഇൻഷുറൻസിനോ അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനോ അത് മേടിക്കാൻ പറ്റുന്നതാണ്. സോ അവിടെ നമ്മൾ മേടിക്കുമ്പോൾ മാത്രമാണ് ആ പെർട്ടിക്കുലർ എമൗണ്ട് കമ്പനിക്ക് കിട്ടുന്നത്. ഫെർദർ അവിടെ നടക്കുന്ന എല്ലാ ബൈയിങ്ങും സെല്ലിങ്ങും പ്യുവർലി ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള നടക്കുന്നത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നിയേക്കാം, എങ്ങനെയാണ് ഈ ഷെയർ പ്രൈസിന്റെ വാല്യൂ മേലോട്ടും താഴോട്ടും പോകുന്നതെന്ന്. നമുക്കൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് തന്നെ പഠിക്കാം. 1 കിലോ തക്കാളിയുടെ വില 50 രൂപയാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ അയാൾ അറിഞ്ഞു ഇനി വരാൻ പോകുന്ന ഒരു 2-3 ആഴ്ച തക്കാളി ഒന്നും ഇനി വരാൻ പോകുന്നില്ല, ഒരു തരത്തിലുള്ള ഇമ്പോർട്ട് നടക്കാൻ പോകുന്നില്ല എന്നും ഒരുപാട് ആൾക്കാർ മേടിക്കാനുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾക്കൊരു ഉറപ്പായിരുന്നു ഈ 50 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം 60 രൂപയോ 70 രൂപ കൊടുത്താൽ പോലും ആൾക്കാർ വീണ്ടും മേടിക്കാൻ റെഡി ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ഡിമാൻഡ് ഒരുപാട് അധികമായതുകൊണ്ട് തന്നെ. സോ ഇയാൾ 70 രൂപയ്ക്ക് തക്കാളി വിൽക്കാൻ തുടങ്ങി, ആൾക്കാർ മേടിച്ച് പോവുകയും ചെയ്തു. അതായത് ഒരുപാട് ബയേഴ്സ് വരുമ്പോൾ ഡിമാൻഡ് കൂടും, അതിനനുസരിച്ച് ആ പെർട്ടിക്കുലർ ഷെയറിന്റെ വാല്യൂ മേലോട്ട് പോകുന്നതാണ്. ഇനി റിവേഴ്സ് ആയിട്ട് ഒരുപാട് സപ്ലൈ വന്നു, അതായത് ഒരുപാട് കണക്കിന് തക്കാളി എല്ലാ കടയിലും തക്കാളി ഉണ്ട്, ആൾക്കാർ ആരും മേടിക്കാൻ വില്ലിങ്ങും അല്ല എന്നാണെങ്കിൽ ഈ 50 രൂപയ്ക്ക് കൊടുത്തിരുന്ന സാധനം മേ ബി അവർ 20 രൂപയ്ക്കോ 30 രൂപയ്ക്കോ കുറച്ച് കൊടുക്കും. എന്താണ്? സപ്ലൈ കൂടുന്തോറും ഒരു പെർട്ടിക്കുലർ ഷെയർ പ്രൈസിന്റെ വാല്യൂ താഴോട്ട് വരും. സോ ഈ ഡിമാൻഡും സപ്ലൈ ആണ് കൂടുതലും ഷെയർ പ്രൈസിന്റെ വാല്യൂ മേലോട്ടാണോ താഴോട്ടാണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരുപാട് ബയേഴ്സ് ഉണ്ടെന്നാണെങ്കിൽ ഷെയർ പ്രൈസിന്റെ വാല്യൂ മേലോട്ടും പോവും, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടെന്നാണെങ്കിലോ ഷെയർ പ്രൈസിന്റെ വാല്യൂ താഴോട്ടും വരും. ഇനി ഇതേ എക്സാമ്പിൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കണക്ട് ചെയ്യുകയാണെന്നാണെങ്കിൽ ഒരു ഷെയറിന്റെ വാല്യൂ ഒരു 100 രൂപ 105 രൂപയിൽ കടന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക. പെട്ടെന്നൊരു ന്യൂസ് വന്നു, ഈ കമ്പനിക്ക് ഒരു വലിയൊരു പ്രൊജക്ട് കിട്ടി, ഒരു 100 CR അല്ലെങ്കിൽ 1000 CR ഒരു പുതിയ പ്രൊജക്ട് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ കമ്പനി നല്ലോണം മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ പല പല ആൾക്കാരും വീണ്ടും അവിടെ ബൈ ചെയ്യാൻ ഒരുപാട് എഫേർട്ട് കൊടുക്കും. സോ കൂടുതൽ ബയേഴ്സ് വരുന്നവർ എന്ത് സംഭവിക്കും? ഈ ഷെയർ പ്രൈസിന്റെ വാല്യൂ മേ ബി 105-ൽ നിന്ന് 110-ഓ 120-ലേക്കോ മേലോട്ട് പോയേക്കാം. ഇനി റിവേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് ഒരു പെനാൽറ്റി വന്നു എന്ന് വിശ്വസിക്കുക. മേ ബി അവരൊരു 100 കോടി പെനാൽറ്റി ആയിട്ട് കൊടുക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അത് മോശമായിട്ടുള്ള ന്യൂസ് ആണ് ആ പെർട്ടിക്കുലർ സ്റ്റോക്കിനുള്ളതെന്നുള്ളത്. സോ തീർച്ചയായിട്ടും അവിടെ ഓൾറെഡി മേടിച്ചു കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം വേഗം സെല്ല് ചെയ്ത് അവിടെ നിന്ന് ഒഴിവാവാൻ നോക്കും. സോ അങ്ങനെ വേഗം ഒരുപാട് സെല്ലേഴ്സ് വരുമ്പോൾ എന്താവും? ആ ഷെയർ പ്രൈസിന്റെ വാല്യൂ 100-ൽ നിന്ന് മേ ബി 90-ലേക്കോ 80-ലേക്കോ താഴോട്ട് വരും. അതായത് പ്യുവർലി ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഷെയറിന്റെ പ്രൈസ് മേലോട്ടാണോ താഴോട്ടാണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരുടെ ബയേഴ്സിനും സെല്ലേഴ്സിനും ഇമോഷൻ അനുസരിച്ചാണ്. സോ നിങ്ങൾ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ തരത്തിലുള്ള ഓരോ ഇവന്റ്സുകളും ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങളും വളരെയധികം ഇമ്പാക്ട് വരുത്തും. പക്ഷെ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും, വളരെയധികം സേഫ് ആയിട്ട് ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാനും പറ്റും. സോ തീർച്ചയായിട്ടും ഒരു ഷെയർ പ്രൈസിന്റെ വാല്യൂ എങ്ങനെയാണ് മേലോട്ടും താഴോട്ടും പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെന്നാണെങ്കിൽ ഫോളോ അവർ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.